ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് മലമ്പുഴ ഡാമിൻ്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ മലമ്പുഴ ഡാമിനോട് ചേർന്ന ഉദ്യാനമായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടെ കാണണം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കാതെ എല്ലാവരും ചെയ്യണം. കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴയുടെ മലമ്പുഴ നദിയുടെ കുറുകെയാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. 1955 മലമ്പുഴ ജലസേചന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചതാണ് ഈ അണക്കെട്ട്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അണക്കെട്ടാണ് ഇത്. ഇതിനോട് ചേർന്ന് മലമ്പുഴ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നു. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ഈ മലമ്പുഴ അണക്കെട്ടും ഇതിനോട് ചേർന്നുള്ളതായ ഗാർഡനും. ഫാൻറ്റസി പാർക്ക്, റോപ്പ് വേ തുടങ്ങിയ ആകർഷകമായ കാര്യങ്ങളും ഇതിനോടനുബന്ധിച്ച് ഇവിടെ ഉണ്ട്. റോപ്പ് വേയിൽ കയറുന്നതിന് അണക്കെട്ടിന് വെളിയിൽ ഇറങ്ങി കുറച്ച് മുൻപോട്ട് പോകണം. അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ഫീസ് അടച്ചിട്ട് മാത്രമേ റോപ്പ് കാറിൽ കയറാൻ കഴിയുകയുള്ളൂ. അണക്കെട്ടിന് മുകളിൽ നിന്നുള്ളതായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കാണാൻ, ഇതിൻ്റെ പരിസരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ചുറ്റിനും നല്ല പച്ചിപ്പും ക്ലൗഡും ഒക്കെ കാണാൻ നല്ല മനോഹാരിതയാണ് ഇവിടെ നിന്ന് കാണുവാനായിട്ട്. പാർക്കും ഗാർഡനും ഒക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും മനോഹരമായിട്ടാണ് അവർ ഈ അണക്കെട്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ ഗാർഡൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ചതിന് ശേഷമാണ് ഈ ഡാമിൻ്റെ മുകളിലേക്ക് കയറിയത്. ഇതിൻ്റെ ഈ സൈഡിലൂടെ കയറാൻ കുറേ സ്റ്റെപ്പുകൾ കയറിയാണ് ഈ ഡാമിൻ്റെ മുകളിലേക്ക് കയറിയത്. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ കാര്യം പറഞ്ഞ കൂട്ട് പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത്രയും സ്റ്റെപ്പുകൾ കയറി മുകളിൽ വരെ എത്താനായിട്ട്. പക്ഷേ നിങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ട് സഹിച്ച് മുകളിൽ എത്തുകയാണെങ്കിൽ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇതിന് മുകളിൽ നിന്ന് കാണാനായിട്ട് കഴിയും. എന്ത് മനോഹാരിത ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നല്ല മനോഹരമാണ് ഇവിടുന്ന് കാണാനായിട്ട്. റോബേയിലൂടെ പോകുമ്പോഴും കാണുന്ന അതേ ഒരു പ്രതീതിയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കയറി നിൽക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നത്. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഉദ്യാനത്തിലേക്കും ഡാമിലേക്കും കയറുന്നതിന് ഒരു ചെറിയ ഫീസ് അവർ ഈടാക്കുന്നുണ്ട്. അഡൽറ്റിന് 30 രൂപയും ചൈൽഡിന് 10 രൂപയുമാണ് ഇവിടുത്തെ ഫീസ്. അതുപോലെ ക്യാമറയ്ക്ക് വേറെ ഫീസ് നമ്മൾ കൊടുക്കണം. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. 7:30 വരെ, രാത്രി 7:30 വരെ മാത്രമേ ടിക്കറ്റുകൾ അവർ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ഇവിടുത്തെ പാർക്കിംഗ് സൗകര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ 3 ഇടത്തായിട്ടാണ് പാർക്കിംഗ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അക്വേറിയത്തിൻ്റെ അവിടെയും ഒരു പാർക്കിംഗ് ഉണ്ട്, റോപ്പ് വേയുടെ അവിടെയും പാർക്കിംഗ് ഉണ്ട്, ഈ അണക്കെട്ടിനോട് ചേർന്നും ഒരു പാർക്കിംഗ് ഉണ്ട്. ഈ 3 ഇടത്ത് എവിടെ ഇട്ടാലും ഒരു ഫീ മാത്രമേ അവർ ഈടാക്കുകയുള്ളൂ. ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് സൗകര്യാർത്ഥം പാർക്ക് ചെയ്യാവുന്നതാണ്.
ഈ മലമ്പുഴ അണക്കെട്ടിനോട് ചേർന്ന് തന്നെ വിനോദസഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ പറ്റിയതായ സ്ഥലങ്ങളാണ്. ഒന്ന് അക്വേറിയം, അതുപോലെ തന്നെ റോപ്പ്, അതുപോലെ തന്നെ ഇതിനോട് അടുത്ത് തന്നെ ഉള്ളതാണ് ഒരു സ്നേക്ക് പാർക്ക്, റോക്ക് ഗാർഡൻ. ഇതൊക്കെ നമുക്ക് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്, നമ്മളൊക്കെ കണ്ടിരിക്കേണ്ടതായ സ്ഥലങ്ങളാണ്. അവിടുത്തെ വീഡിയോ ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ടൈം കിട്ടിയില്ല, അതുകൊണ്ട് പോകാഞ്ഞതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് ഒരു ഫാൻറ്റസി പാർക്കും ഉണ്ട്. കുട്ടികൾക്ക് പറ്റിയ നല്ല ഒരു വാട്ടർ തീം പാർക്കാണ് അവിടെ ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ ഉല്ലാസ ഉദ്യാനമാണ് ഈ ഫാൻറ്റസി പാർക്ക്. ഇവിടോട്ട് വരുന്നവർ അവിടെയും സന്ദർശിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, അതുപോലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നതാണെങ്കിൽ അവിടെ സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഈ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ളതായ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് ഇറങ്ങുന്നതായ സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്രയും സ്റ്റെപ്പുകളുണ്ട് ഇങ്ങോട്ട് കയറി വരാനാണെങ്കിലും. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഇച്ചിരി ബുദ്ധിമുട്ട് സഹിച്ചാണ് നമ്മൾ കയറി വരേണ്ടത്. ഇത്രയും സ്റ്റെപ്പുകൾ കയറി വരണം. അപ്പം അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പുകൾ ഇറങ്ങുകയാണ്. ഇനി താഴെ നിന്നുള്ള ഡാമിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ അതുകൊണ്ട് ആദ്യം വരുമ്പോൾ തന്നെ ഒത്തിരി അങ്ങ് ക്ഷീണമാകുന്നതിന് മുൻപ് ആദ്യം ഇതിൻ്റെ മുകളിൽ കയറി കണ്ടിട്ട് പിന്നെ താഴോട്ട് പോയി ഗാർഡനൊക്കെ കാണുന്നതായിരിക്കും നല്ലത്. ഈ ഡാമിന് ഏകദേശം 377 അടി ഉയരവും 6788 അടി നീളവുമുണ്ട്. 4 സ്പിൽവേകളാണ് ഇതിനുള്ളത്. മലമ്പുഴയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാം എന്ന ആശയം 1914 മദ്രാസ് സർക്കാരാണ് കൊണ്ടുവന്നത്. അന്ന് പാലക്കാട് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. 1949 മാർച്ചിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കെ ഭക്തവത്സലം അണക്കെട്ടിന് തറക്കല്ലിട്ടു. റെക്കോർഡ് സമയത്തിൽ പണി പൂർത്തിയാക്കിയ ഈ അണക്കെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജ് 1955 ഒക്ടോബർ 9 ഉദ്ഘാടനം ചെയ്തു. അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് മുൻപ് പുൻപാറ, ചോവങ്കാട്, ഇടുപ്പാടി, വടക്കമ്പാടം, താഞ്ഞികംപള്ളം, കാരക്കാട്, തൂപ്പള്ളം, വാരാനി, അക്കരക്കാട്, കടക്കാംകുന്ന്, ആനകുഴിക്കാട്, തമ്പുരാട്ടിപ്പോട്ട, ആനമുക്കര, പാണ്ടിപ്പോട്ട, തെക്കുംപാടം, കൊശവൻ ഇടുക്ക് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു ഇവിടെ. അണക്കെട്ട് നിർമ്മാണത്തിന് ശേഷം ഈ സ്ഥലങ്ങളെല്ലാം തന്നെ മലമ്പുഴ എന്ന് അറിയപ്പെട്ടു. ജലസേചനം, കുടിവെള്ളം, വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, മത്സ്യം വളർത്തൽ, ജലഗതാഗതം എന്നിങ്ങനെ ഒരു വിവിധ ഉദ്ദേശ പദ്ധതിയായിരുന്നു ഈ അണക്കെട്ട് വിഭാവനം ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ താഴെ ഭാഗത്ത് ഇറങ്ങിയിട്ട് താഴെ നിന്നുള്ളതായ ദൃശ്യങ്ങളാണ് ഇപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുവഴി ഇങ്ങനെ നടന്ന് ഞങ്ങൾ സ്പിൽവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമാണ് ഇവിടുത്തെ ഈ ഗാർഡനുകളൊക്കെ കാണുവാനായിട്ട്. ഒത്തിരി നടക്കാനുണ്ട്. നടന്ന് നമ്മൾ ക്ഷീണിക്കും, അതുപോലെ നടക്കാനുണ്ട്. എന്നാലും നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഇവിടെയൊക്കെ ഒന്ന് ഇരിക്കാൻ പറ്റിയതായ വിശ്രമ സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് മഴയായിരുന്നതിനാൽ അവിടെ ഒന്നും നമുക്കൊന്നും ഇരിക്കാനൊന്നുമുള്ളതായ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നനഞ്ഞ് ചെളിയൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുകയായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഡാമിൻ്റെ ആ സൈഡിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ സ്പീഡ്വേയിലേക്കാണ് പോകുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് ആകർഷണീയമായ മറ്റൊരു വസ്തുതയുള്ളത്, ഇതിൻ്റെ അകത്തൊരു തൂക്കുപാലമുണ്ട്. ഈ നദിയുടെ കുറുകെ ഒരു തൂക്കുപാലം നിർമ്മിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കയറുമ്പോൾ ഞങ്ങളത് കാണിക്കാം. നല്ല മനോഹരമായ ഒരു തൂക്കുപാലമാണ്. ഞങ്ങളവിടെ നിന്നപ്പോൾ അതുവഴി മത്സ്യമൊക്കെ ഇങ്ങനെ ഷട്ടർ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മത്സ്യമൊക്കെ ഇതുവഴി വരുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. പാലക്കാട്ടേക്ക് വരുന്നവർ നിങ്ങൾ സന്ദർശിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ മലമ്പുഴ അണക്കെട്ടും ഇതിനോട് ചേർന്ന ഉദ്യാനവും. മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഒത്തിരി പുറകിലാണ് ഇവിടുത്തെ ഉദ്യാനം. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇവിടുത്തെ ഉദ്യാനത്തിലും അണക്കെട്ടിലുമൊക്കെ വന്ന് സന്ദർശിക്കണം. അണക്കെട്ട് സന്ദർശിക്കാൻ വരുമ്പോൾ ഇതിനോട് ചേർന്ന് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്നേക്ക് പാർക്കും അക്വേറിയവും റോക്ക് ഗാർഡനും ഒക്കെ നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്.
അങ്ങനെ ഞങ്ങൾ മലമ്പുഴ ഡാമും ഉദ്യാനവും ഒക്കെ സന്ദർശിച്ച് അനന്തരമായിട്ട് റോപ്വേയിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങിയാണ്. അതിൻ്റെ പാർക്കിംഗാണ് നിങ്ങളിവിടെ കണ്ടത്. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റോപ്വേയിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. വിവിധ പാക്കേജുകൾ ഇവിടെ ലഭ്യമാണ്. അത് അവിടെ വന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അല്പം റേറ്റ് കൂടുതലാണ്. ഉദ്യാനത്തിൽ കയറിയ പോലെയല്ല, അല്പം കൂടെ എമൗണ്ട് കൂടുതലാകും. ഫാമിലിക്കാണെങ്കിൽ ഫാമിലിയുടെ ടിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം റോപ്വേ കയറി പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ റോപ്വേയിലൂടെ പോയി കഴിഞ്ഞാൽ മലമ്പുഴ ഡാമും ഗാർഡനും എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും. നല്ല മനോഹരമാണ്. ഒരു കാറിൽ 2 പേർക്ക് കയറാൻ പറ്റുന്നത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ ഞങ്ങളിവിടെ വെച്ച് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത വീഡിയോ ഇവിടെ മലമ്പുഴയിൽ നിന്നും നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന റൂട്ടിൽ നെന്മാറ വരെയുള്ളതായ റൂട്ടാണ് ഞങ്ങൾ കാണിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് അടുത്ത ഞങ്ങളുടെ വീഡിയോ നിങ്ങളാരും കാണാൻ മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ളതായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും നന്ദി. ഈ വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവരോടുള്ളതായ നന്ദി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.